ആ പുള്ളിക്കാരന് മയക്കുമരുന്ന് വേണ്ടി അടിച്ചു പുള്ളിക്കാരന് മയക്കുമരുന്ന് വേണ്ടി അവനും തീരെ വയ്യാത്ത അവനതിനകത്ത് കയറുന്ന കാര്യമാണ് ഇവിടെ കണ്ടാ മയക്കുമരുന്ന് അടിച്ചത് ഉണക്കാൻ കയറുന്നത്. സൺഡേ ആയിരുന്നു. അന്ന് ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് അടുത്താപ്പള്ളിയിലും എല്ലാം പോയിട്ട് തിരിച്ചു വന്നു. ഞാൻ വീണ്ടും ഗ്രാൻഡ് അജന്തയിലോട്ട് വന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. കാരണം റൈറ്റ് സൈഡാണ് ഗ്രാൻഡ് അജന്ത. അപ്പം ഒരു 50 മീറ്റർ ഉള്ളത്. അതാണ് ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് അങ്ങോട്ട് കയറാൻ നേരത്ത് ഒരു 3 പിള്ളേർ ഒരു ബൈക്കിൽ ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പം ഞാൻ വണ്ടി നിർത്തി, അവർ വീണു. അപ്പം ഞാൻ വണ്ടി നിർത്തി. അപ്പം എന്നാ ചേച്ചി കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ 50 മീറ്റർ അല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം ശരി ചേച്ചി കുഴപ്പമില്ല, ഞങ്ങൾക്കൊന്നും പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അവർ പോകാൻ റെഡിയായി. ഇത് കണ്ടുകൊണ്ട് നിന്ന കുറേ ആൾക്കാർ, പിന്നെ നമുക്കറിയത്തില്ല ഇവിടുന്നൊക്കെയോ കുറേ ആൾക്കാർ വന്നിട്ട് എൻ്റെ വണ്ടിക്കെട്ട് ചവിട്ടുകയും. അപ്പം ഞാൻ ഇറങ്ങിയായിരുന്നു. അപ്പം ഞാൻ ഷോർട്സ് തന്നിട്ടിരുന്നത്. മഴയായിരുന്നു, ഭയങ്കര സ്ലിപ്പറായിരുന്നു കാലിൽ. അപ്പം ഇവരെൻ്റെ വണ്ടിക്കെട്ട് ചവിട്ടുകയും എൻ്റെ കാറിൻ്റെ റെയിൻ ഗാർഡ് ചവിട്ടി ഓടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അതിൽ ഒരുത്തൻ എന്നെ അടിച്ചു. അതിപ്പം പിന്നെ എനിക്ക് പ്രിവെൻറ്റ് ചെയ്യാതിരിക്കാൻ നിർത്തി. എനിക്ക് പാനിക്കായിപ്പോയി. ഇത്രയും ആൾക്കാർ കയറി എന്നെ കൈയേറ്റം ചെയ്യുന്നു. ഞാൻ എന്നാ ചെയ്യും? അപ്പം എനിക്ക് ആരുടെ കയ്യിൽ നിന്നൊരു കുട കിട്ടി. ആ കുട വെച്ച് അടിക്കുക എന്നുള്ളത് സ്വയരക്ഷയ്ക്കും. എനിക്ക് സ്വയരക്ഷ, എൻ്റെ കുഞ്ഞുണ്ട്. എനിക്ക് ഞാനന്ന് തലയിടിച്ച് വീഴുന്നത് നിങ്ങൾ കണ്ടില്ല. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ ഈ നാട്ടുകാരോ ഈ മീഡിയക്കാരോ ഈ പോലീസുകാരോ കൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് ചെലവിന് കൊടുക്കുമോ? നാട്ടുകാർ എന്നെ ഒത്തിരിയായിട്ട് ഉപയോഗിച്ചു. നിങ്ങൾ വീഡിയോ കണ്ടില്ലേ? വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് വൈറലായി. ഞാനത് മദ്യപിച്ച് വാഹനം ഓടിച്ചെന്നുള്ള രീതിയിലൊക്കെയാണ്. എനിക്കെതിരെ പോലീസ് FIR ഇട്ടിട്ടുണ്ട്. മദ്യപിച്ച് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് FIR ഇട്ടിട്ടുണ്ട്. മറ്റവരെയൊക്കെ വെറുതെ വിട്ടേക്കും, അവരെ ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല. മെഡിക്കൽ എടുത്തിട്ടില്ല. അല്ലെങ്കിൽ പോലീസ് മെഡിക്കൽ റിപ്പോർട്ട് കാണിക്കട്ടെ. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ടല്ലേ കാണിക്കണ്ടേ? അത് പോലീസ് കാണിക്കട്ടെ.